ഈ 60-70 വയസ്സുള്ളവരിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എപ്പോഴും ഉള്ളതാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ അതിൻ്റെ എവിഡൻസുകൾ പറയാം. അതായത് ഈ ആദ്യത്തെ സ്റ്റഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരിൽ കണ്ടെന്താണെന്ന് വെച്ചാൽ 12 ആഴ്ച വെയിറ്റ് ട്രെയിനിങ് ചെയ്ത ആൾക്കാരും ചെയ്യാത്ത ആൾക്കാരെ കമ്പയർ ചെയ്തപ്പോൾ അവരുടെ VO2 മാക്സ് കൂടുന്നു. VO2 മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് നമ്മൾക്ക് ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള പവർ, അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതലായിരിക്കും. ഈ രണ്ടാമത്തെ സ്റ്റഡി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ 65 വയസ്സിൻ്റെ മുകളിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരും ചെയ്യാത്ത ആൾക്കാരും കമ്പയർ ചെയ്യുമ്പോൾ മരണസാധ്യത പല കാരണങ്ങളും കൊണ്ട് 46% വരെ കുറയുന്നു. മൂന്നാമത്തതാണ് ബോൺ ഡെൻസിറ്റി, ബോണിൻ്റെ ആരോഗ്യം. അപ്പം പ്രത്യേകിച്ച് മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ ബോൺ ഡെൻസിറ്റി കുറയും, അങ്ങനെ വരുന്നതാണ്. അപ്പം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സ്ത്രീകളെയും വെയിറ്റ് ട്രെയിനിങ് ചെയ്യാത്ത സ്ത്രീകളെയും കമ്പയർ ചെയ്യുമ്പോൾ ബോൺ ഡെൻസിറ്റി വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സ്ത്രീകളിലാണ്. പിന്നെ നാലാമത്തെ കാര്യമാണ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ. ഈ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസുലിൻ്റെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും മരുന്നിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്തു പോകാനും പറ്റുന്നുണ്ട്. ഈ അഞ്ചാമത്തെ സ്റ്റഡി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി പവർ, പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറന്നു പോകുന്ന കാര്യം, മെമ്മറി ലോസ് ഒക്കെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരും വെയിറ്റ് ട്രെയിനിങ് ചെയ്യാത്ത ആൾക്കാരും നോക്കുമ്പോൾ ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി, ആ കോഗ്നിറ്റീവ് ഫംഗ്ഷനൊക്കെ വളരെ മെച്ചമാണ്. പിന്നെ ഈ ആറാമത്തെ സ്റ്റഡി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവറോൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് 65 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർ, റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ, എയറോബിക് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരും തമ്മിലാണ് കമ്പയർ ചെയ്തത്. അതിൽ കാണിച്ചതെന്ന് വെച്ചാൽ എയറോബിക് എക്സസൈസിനൂടെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരിൽ മച്ച് ഇംപ്രൂവ്ഡ് ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ എവിഡൻസും കാണിക്കുന്നത് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന പ്രായമായ ആൾക്കാരും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് നല്ലതാണെന്നാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ്, ന്യൂറോളജിക്കൽ ഡിസീസ്, ജോയിൻറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ കൺസേൺ ഡോക്ടേഴ്സിനോട് നിങ്ങൾ ആദ്യം സംസാരിച്ചിട്ട് വേണം പ്ലാൻ ചാർട്ട് ഔട്ട് ചെയ്യാൻ.